ഞായറാഴ്ചയൊക്കെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് ഒരു പ്രത്യേക ഒരു സന്തോഷമല്ലേ. നമ്മുടെ ഫാമിലിയുടെ ബോണ്ടിങ് ഒക്കെ ഭയങ്കരമായിട്ട് കൂട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സന്തോഷം ഒരു പൊതിച്ചോറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂർക്ക മെഴുക്ക് വരട്ടി, മീൻ മറക്കാൻ വെച്ചു, സാമ്പാറിൻ്റെ പരിപ്പ് അടുപ്പത്ത് വെച്ചു. അപ്പോൾ അതിൻ്റെ കഷ്ണം ഞാൻ ഓൾറെഡി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തോരൻ നമ്മുടെ സ്വന്തം ചീരത്തോരനാട്ടോ. നാട്ടിൽ നിന്ന് വിത്ത് കൊണ്ടുവന്ന് പാകി കിളിപ്പിച്ച് നമ്മുടെ സ്വന്തം ചീരയാണ്. സാമ്പാറിന് വിസിലൊക്കെ വന്നു, അതെടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ കുറച്ച് ചമ്മന്തി അരച്ചു. പിന്നെ സാമ്പാറിന് കടു പൊട്ടിച്ചു, മുട്ടയും കൂടെ ഒന്ന് പൊരിച്ചെടുത്തു. ഇനി ഇല വേണം. അപ്പം നമ്മുടെ വാഴയുടെ അടുത്ത് സോറിയൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് ഞാനൊരു വാഴയില മുറിച്ചിട്ട് വന്നു. അതിനെ വാട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു പൊതിയെ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും കൂടെ ഒരു പൊതിക്കകത്ത് നിന്ന് ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് കരുതി. അപ്പം നമുക്കതൊരു പ്രത്യേക ഒരു സന്തോഷമല്ലേ. എപ്പോഴും ഒന്നും അങ്ങനെ ചെയ്യാവുന്ന ഒരു സാഹചര്യം ഇല്ലല്ലോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇതെല്ലാം പൊതിഞ്ഞ് കെട്ടിയെല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഇരിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ പ്രത്യേകിച്ച് വരുന്നത്. അപ്പോൾ ഉച്ചയായി, പ്രതീക്ഷേട്ടൻ പൊതിയൊക്കെ എടുത്തിട്ട് വന്നു. ശരിക്കും ആ പൊതി തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ വാട്ടിയ വാഴയിലയുടെ മണവും നമ്മുടെ കറിയുടെ മണവും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വരത്തില്ലേ, അതൊരു പ്രത്യേക ഒരു എന്താ പറയുക, ഭയങ്കര നൊസ്റ്റാൾജിയ തോന്നി കേട്ടോ. അപ്പോൾ അങ്ങനെ ആദ്യത്തെ പ്രതീക്ഷേട്ടൻ പിങ്കിക്ക് കൊടുത്തു. അവൾ മീൻ കഴിക്കത്തില്ല, അതുകൊണ്ട് ആ മുട്ട മാത്രം വെച്ചിട്ട് കൊടുത്തത്. പിന്നെ അടുത്ത എനിക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആ ഒരു പൊതിക്കകത്ത് നിന്ന് കഴിച്ചു. എന്തോ ഒരുമിച്ച് കഴിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ടേസ്റ്റ് തോന്നി.